സുബോധെ, നിനക്കറിയോ നമ്മളിപ്പോൾ എവിടെ വന്ന് നിൽക്കണേന്ന്? ഇതാ നമ്മളൊക്കെ ദ്രോണാചാര്യ പെരുമ്പാവൂർ പഠിച്ച് ജോലിക്ക് കയറുകയാണ്. എന്നാൽ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ആപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിച്ച് ജോലിക്ക് കയറിയാണ്ട് മിന്നും താരങ്ങളെ പരിചയപ്പെടാനാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അവരാരാണ്, അവരെവിടെയാണ് ജോലിക്ക് കയറിയത്, മറ്റുള്ള കാര്യങ്ങളെല്ലാം കാഴ്ചയും. ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ആപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കേരള PSC നടത്തിയ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ തൊട്ടടുത്ത റാങ്കുകൾ നേടിയ ഒരു ടിൻ ബ്രദേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മിന്നും താരങ്ങൾ ഇവരാണ്. എൻ്റെ പേര് വിഷ്ണു, ഇതെൻ്റെ ബ്രദർ വൈശാഖ്. ഞങ്ങൾ കോഴിക്കോടാണ് സ്വദേശം. ഞങ്ങൾ രണ്ടുപേരും കേരള PSC നടത്തിയ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലെ റാങ്ക് ലിസ്റ്റിൽ 58, 59 തൊട്ടടുത്ത റാങ്കുകൾ നേടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ പഠനം രണ്ടുപേരും BCom കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം MCom കംപ്ലീറ്റ് ചെയ്തു, പിന്നെ MBA, അതിനുശേഷം ഇപ്പം PhD രണ്ടുപേരും കൊമേഴ്സിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവാർഡായി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ CCB കൊണ്ട് ട്രൈ ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച് വീടിൻ്റെ അടുത്തുള്ള സർവീസ് ബാങ്കിൽ ഒരേ ദിവസം തന്നെ ജൂനിയർ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു. അതിനിടയിലാണ് JC കേരള ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും JCയിലും അതുപോലെ കേരള ബാങ്ക് റാങ്ക് ലിസ്റ്റിലും ഇടപെടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ആപ്പിന് ഇന്ന് ഏറെ അഭിമാനകരമായ നിമിഷമാണ്. നമ്മൾ ഓൺലൈൻ ആപ്പ് മാത്രം പഠിച്ചുകൊണ്ട് ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ തസ്തികയിലും കേരള ബാങ്ക് തസ്തികയിലും അടുത്തടുത്ത റാങ്കിൽ ഇടം പിടിച്ച നമ്മുടെ ഓൾറെഡി നമ്മൾ സംസാരിച്ച ടിൻ ബ്രദേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ എങ്ങനെയാണ് ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ആപ്പിലേക്ക് എത്തിച്ചേർന്നത്? JC നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കോച്ചിങ് എടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ദ്രോണാചാര്യയുടെ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടു. അപ്പോൾ അത് കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മൾ സ്റ്റാർട്ടിങ് എടുക്കുന്ന ഒരു കുട്ടിക്ക് സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു. നമ്മൾ രണ്ടും എന്ത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പം രണ്ടുപേർക്കും ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ച് ആപ്പ് എടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്പിലേക്ക് എത്തിച്ചേർന്നു. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം നിങ്ങൾ എടുത്തു പഠിക്കാനായിട്ട്? പിന്നെ നിങ്ങളതിൽ കൂടുതലായിട്ട് കണ്ടത് എന്താ, വീഡിയോസ് ആണോ അതോ എക്സാംസ് ആണോ പ്രിപ്പയർ ചെയ്തത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ്റെ മെത്തേഡ് എന്തായിരുന്നു? ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പുതിയതായിട്ട് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിപ്പറേഷനിൽ നമ്മുടെ എക്സാം സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആയാലും വീഡിയോസ് ആയാലും എക്സാമുകളായാലും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത് അതിലൊരു എക്സാം സെഷൻസ് ആണ്. അപ്പം ഡെയിലി എക്സാമുകൾ ഉണ്ടായിരുന്നു, വീക്കിലി എക്സാമുകൾ, അതിൽ ഓൺലൈൻ എക്സാമുകൾ, സൺഡേ ഒക്കെ ഓൺലൈൻ എക്സാമുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ മൊഡ്യൂൾസ്, ഓരോ ടോപ്പിക് കഴിഞ്ഞാലും ആ ടോപ്പിക് ബേസ് ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് പഠിച്ചു പോകുക എന്ന് മാത്രമല്ല, അതിനുപരി അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിന് ആ എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളത് വളരെയധികം യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകൾ പറയുമ്പോൾ നല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ആണ് ക്ലാസ്സുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഷിയാവ് സാറ്, അജിത് സാറ്, സ്വാതി മിസ്, അവരുടെ ക്ലാസ്സുകളൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്ത് വന്ന ശേഷം രാത്രിക്കാണ് അധികപക്ഷവും ഞങ്ങൾ ക്ലാസ്സുകൾ കാണാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ തന്നെ ഓരോ ക്ലാസ്സും ചെറിയ വീഡിയോസ് ആയിട്ടാണ്, വളരെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഒന്നാമത് ഈ ആപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരുപാട് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരു ഓൺലൈൻ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ പഠനം തുടങ്ങുമ്പോൾ സാധാരണ ഇത് നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഫോളോ അപ്പ് കുറവാണ്, മെന്റർഷിപ്പ് സപ്പോർട്ട് കുറവാണ്, ഇങ്ങനെ കുറേ കംപ്ലയിൻസ് കേൾക്കാറുണ്ട്. ദ്രോണാചാര്യ ആപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫോളോ അപ്പ് കറക്റ്റ് ആയിരുന്നു, മെന്റർഷിപ്പ് സപ്പോർട്ട് കിട്ടാറുണ്ടായിരുന്നു, എന്നാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നമുക്ക് ദ്രോണാചാര്യയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓൺലൈൻ ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ കൂടെ എപ്പോഴും
അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മെന്റർഷിപ്പ് ആണെങ്കിലും ഫോളോ അപ്പ് ആണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് മെന്റർ നമ്മളെ വിളിച്ച് ചോദിക്കും, നിങ്ങളെ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളും എക്സാമിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കും. അതൊക്കെ നമുക്ക് ആദ്യമായിട്ടും അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് അറിയാം, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓൺലൈൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ ഫോളോ ചെയ്യുന്നു, നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു പറയുമ്പോൾ നമുക്ക് തന്നെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ്, ഒരു മോട്ടിവേഷൻ കൂടുതലാണ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു ദ്രോണാചാര്യയുടെ ഈ ഒരു സക്സസിന് പ്രധാനപ്പെട്ട കാരണം അത് തന്നെ ആയിരിക്കാം. പിന്നെ എക്സാമിന്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതിൽ അവർ എപ്പോഴും മുൻപന്തിയിലാണ്. അപ്പൊ അതൊക്കെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈൻ ആണ് എന്നുള്ള ഒരു ലിമിറ്റേഷൻ, സാധാരണ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഒന്നും നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല റാങ്കിൽ പാസ്സാവാൻ പറ്റിയതും. ഇപ്പൊ നമ്മള് പൊതുവെ കേൾക്കാറുണ്ട്, ഇരട്ടകൾ ഒരുമിച്ച് ജനിക്കുന്നു, പിന്നെ അവർ പിന്നീട് ഒരുമിച്ചാണ് സ്കൂൾ കാലം വരെ ഒരുമിച്ച് വരെ പോവാ മാക്സിമം, അത് കഴിഞ്ഞ് പിന്നെ അവർ തിരിഞ്ഞൊക്കെ പോകാറുണ്ട്. പക്ഷെ നിങ്ങളുടെ കേസിൽ അങ്ങനെയല്ല, നിങ്ങൾ ഒരുമിച്ച് സ്കൂളിങ് കഴിഞ്ഞ് ഒരുമിച്ച് സെയിം മാർക്ക് വാങ്ങുന്നു, PhD സെയിം ആയിട്ട് ചെയ്യുന്നു, എന്താ പറയാ, എല്ലാത്തിലും നിങ്ങൾക്കൊരു കൗതുകം പോലെ തോന്നണം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള PSC കോമ്പറ്റീഷൻ എക്സാമിൽ അടുത്തടുത്ത റാങ്കുകൾ വാങ്ങണോ, ഒക്കെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൗതുകത്തിൽ ഒരു ഇത് തോന്നിയിട്ടില്ല, അത്ഭുതം തോന്നിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഒരു കൗതുകമായി തന്നെ ഞങ്ങൾക്കും തോന്നുന്നത്. കാരണം ഇപ്പം ഇന്ന് നമ്മൾ ഈ സമയത്ത് ഇരിക്കുമ്പോൾ പോലും നമ്മുടെ അച്ചീവ്മെന്റ് എല്ലാം ഒരുമിച്ചാണ്. നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത സമയത്തും ഒരേ മാർക്കാണ്. ഇപ്പം നമ്മൾ JCയുടെ കാര്യത്തിൽ ഒരു PSC എക്സാം ആണ്. അതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അതിൽ 58, 59 അടുത്ത റാങ്കിൽ വരുന്നു. രണ്ടുപേർക്കും ഒരേ മാർക്കാണ് എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരമാണ് ലിസ്റ്റ് വരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേരും ആകാംക്ഷ എന്ന് വെച്ചാൽ രണ്ടുപേരും അടുത്ത് വേണമെന്ന് ഞങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ലിസ്റ്റ് നോക്കിയ സമയത്ത് എൻ്റെ പേര് കണ്ടു, തൊട്ട താഴത്ത് ബ്രദറിൻ്റെ പേര് കണ്ടു. നമുക്ക് എന്താ പറയുക, നമുക്ക് ലോകം കീഴടക്കിയ ഒരു ഫീലായിരുന്നു. കാരണം അടുത്തടുത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഫീല് ഭയങ്കരമായിരുന്നു. പിന്നെ 10th വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അതിനുശേഷം +1 +2 ഡിഗ്രി PG ഒക്കെ വ്യത്യസ്ത കോളേജുകളാണെങ്കിലും PhDക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്തു. എന്നാൽ പോലും അതിനിടയ്ക്ക് നെറ്റ് എക്സാം എഴുതിയ സമയത്ത് ഒരുമിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ രണ്ടുപേരും ഒരുമിച്ച് ക്വാളിഫൈ ചെയ്തു. പിന്നെ മാനേജ്മെൻറ്റിൽ നെറ്റ് ചെയ്തപ്പോൾ അതും ഒരുമിച്ച് ഞാൻ ക്വാളിഫൈ ചെയ്തു. JRF എക്സാം എഴുതിയ സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ JRF ക്വാളിഫൈ ചെയ്തു. ഒരേ ദിവസമാണ് PhDക്ക് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ PhD അവാർഡ് ചെയ്യാനും സാധിച്ചു. പിന്നെ അതിനിടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നു. രണ്ടുപേർക്കും ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരേ ദിവസം ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോയിൻ ചെയ്തു. ഒരേ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളിലൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ അപ്രതീക്ഷിതമാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇനി ഇപ്പോൾ JC ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ സർക്കാർ സർവീസിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ തസ്തികയിൽ രണ്ടുപേരും ജോയിൻ ചെയ്യാമെന്ന് പറയുന്നതും സന്തോഷമാണ്. കേരള ബാങ്കിലേക്കും JC തസ്തികയിലേക്കും ധാരാളം അപ്പോയിൻമെൻറ്റ് നടന്ന സ്ഥിതിക്ക് നമ്മുടെ സഹകരണ മേഖലയിലേക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രത്യേകിച്ചും ധാരാളം വേക്കൻസികൾ വരുന്ന കാലമാണ്. അപ്പോൾ ഈ സഹകരണ മേഖല ജോലി തേടുന്ന പുതിയ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ ദ്രോണാചാര്യയുടെ ഓൺലൈൻ ആപ്പ് വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന അഡ്വൈസ് എന്താണ്? സഹകരണ മേഖലയിൽ ഇനി ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ജോലി വേണമെന്ന ഉദ്ദേശത്തോടെ പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂടെ ദ്രോണാചാര്യ പെരുമ്പാവൂർ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ സ്വപ്ന ജോലി നേടാൻ പറ്റും. കാരണം ഒരു ഓൺലൈൻ കോച്ചിങ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മളതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതരുത്. മെൻറ്റർഷിപ്പ് ആണെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും സാറുമാരെല്ലാവരും നമ്മളോട് വളരെ അടുപ്പമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും പറ്റും. ഒരു ഓഫ്ലൈൻ പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. മാത്രമല്ല ഒരു സ്ഥാപനം സംബന്ധിച്ച് അവിടുത്തെ ക്ലാസ് ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ അവിടുത്തെ മെറ്റീരിയൽ എങ്ങനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവിടുത്തെ ആപ്പിൻ്റെ യൂസിങ് എങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം ഒത്തിണങ്ങി വന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്. ആപ്പിൻ്റെ യൂസിങ് ആണെങ്കിലും അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ദ്രോണാചാര്യ പെരുമ്പാവൂർ. അതുകൊണ്ട് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യപൂർവ്വം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ദ്രോണാചാര്യ പെരുമ്പാവൂർ ഓൺലൈൻ ആപ്പ്. ദ്രോണാചാര്യ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി കറക്റ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു.